സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രതിസന്ധി മറികടക്കാൻ UDF ശ്രമം തുടരുകയാണ്. മണ്ണാർക്കാട് സ്ഥാനാർത്ഥി N ഷംസുദ്ദീനെ നീക്കണമെന്ന് ലീഗിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. പുനലൂരിൽ കോൺഗ്രസ് വിമതനെ നീക്കിയില്ലെങ്കിൽ മുഴുവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെയും വിമതരെ നിർത്തുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം പറഞ്ഞു. അതിനിടെ കോൺഗ്രസിൽ ഇടഞ്ഞു നിൽക്കുന്ന കുന്നപ്പള്ളിയെയും ദീപ്തിയെയും അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമം തുടരുകയാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് തഴയപ്പെട്ടവരാണ് കോൺഗ്രസിൽ തലവേദന ഉണ്ടാക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗിൽ പാർട്ടിക്കുള്ളിലും കോൺഗ്രസിനെതിരെയുമാണ് കലാപം. മണ്ണാർക്കാട് മത്സര രംഗത്ത് നിന്ന് N ഷംസുദ്ദീനെ മാറ്റണമെന്ന ആവശ്യവുമായാണ് ലീഗിലെ ഒരു വിഭാഗം രംഗത്തെത്തിയത്. പാണക്കാടെത്തി ഇവർ ചർച്ച നടത്തിയെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല. അസംതൃപ്തർ നാളെ മണ്ണാർക്കാട്ട് കൺവെൻഷൻ ചേരാനാണ് നീക്കം. മുൻ നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് വിമതരുടെ ആവശ്യം. പുനലൂരിൽ ലീഗും കോൺഗ്രസും തമ്മിലാണ് തർക്കം. ലീഗ് സ്ഥാനാർത്ഥി നൌഷാദ് യൂനിസിനെതിരെ കോൺഗ്രസ് വിമതനെ നിർത്തിയതാണ് പ്രകോപനം. വിമതനെ പിൻവലിച്ചില്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വിമതരെ ഇറക്കുമെന്നാണ് ലീഗ് ഭീഷണി. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ ഉടൻ ഇടപെടും. കോൺഗ്രസിൽ അതൃപ്തിയിലുള്ള ദീപ്തി മേരി വർഗീസിനെയും എൽദോസ് കുന്നപ്പള്ളിയെയും അനുനയിപ്പിക്കാൻ നേതൃത്വം ശ്രമം തുടരുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം മാന്യമായ പരിഗണന എന്നാണ് ഇരുവർക്കും വാഗ്ദാനം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ വനിതാ പ്രാതിനിധ്യം കുറവാണെന്ന നിലപാടുമായി ശശി തരൂർ രംഗത്തെത്തി. കാട്ടിയത് നീതികേടെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ തനിക്ക് പങ്കില്ലെന്നും തരൂർ പറഞ്ഞു. From the next opportunity, we will find that women are given more of a chance to be able to be elected. I gather when women are half the population, that they get only 9.8% of the seats is not fair. But again, those who made these decisions, and I'm not one of them, not part of the selection process for candidates. പുനലൂരിലെയും മണ്ണാർക്കാട്ടെയും പ്രതിസന്ധി പരിഹരിക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ശ്രമം തുടരുകയാണ്. എൽദോസ് കുന്നപ്പള്ളിയെയും ദീപ്തിയെയും ഒരു പരിധിവരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. പത്രികാ സമർപ്പണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരം പ്രതിസന്ധി എന്നതാണ് UDFന്റെ തലവേദന. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.